ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് അബാക്കസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് എടുക്കുന്നതിന് മുന്നേ നമുക്ക് അബാക്കസ് എന്താണെന്നറിയണം. ഇപ്പം എൻ്റെ മുന്നിലുള്ളത് അബാക്കസാണ്. ഇതൊരു വലിയ അബാക്കസാണ്. നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത് കൈ കൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അബാക്കസാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ അബാക്കസിൽ കുറേ മുത്തുകൾ കാണാനുണ്ട്, അതേപോലെ ഒരു ഡോട്ട് കാണാനുണ്ട്. ഇതൊക്കെ എന്താണെന്നറിയണം വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. താഴെ കാണുന്ന 4 മുത്തുകൾ എന്താ? ലോവർ ബീഡ്സ്. മുകളിൽ കാണുന്ന ഒരു മുത്തിനെ നമ്മൾ പറയും അപ്പർ ബീഡ്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ പേരുകൾ. ഇനി ഈ കറുത്ത ഡോട്ട് കാണുന്നതിൻ്റെ കൂടെ വരുന്ന ബീഡ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതായത് അബാക്കസ് എണ്ണാൻ ഉപയോഗിക്കുന്നതാണെന്നറിയാലോ. ഈ അബാക്കസ് എണ്ണാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ കറുത്ത ഡോട്ട്, ഈ ബ്ലാക്ക് ഡോട്ടിൻ്റെ അടുത്ത് കിടക്കുന്ന, മുകളിലും താഴെയും കിടക്കുന്ന ബീഡ്സാണ് എണ്ണി തുടങ്ങേണ്ടത്. ഓക്കെ, ഓരോ ബീഡുകളും നമ്മൾ എണ്ണുമ്പോൾ ഓരോ നമ്പറുകളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്ന ഓരോ വലിയ ബീഡുകളാകുമ്പോൾ നമുക്ക് കൈകൊണ്ട് താഴ്ത്താനും പൊന്തിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ സാധാരണ അബാക്കസിൽ അങ്ങനെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആ കറുത്ത ഡോട്ട് കണ്ടുപോലും അതിൻ്റെ താഴത്തെ ബീഡാണ് ആദ്യം പൊന്തിക്കുന്നത്. 1 2 3 4. ഓക്കെ, 4 ബീഡാണ് താഴെ ഉള്ളത്. അപ്പോൾ മുകളിലത്തത് 5. ഇനി താഴത്തത് ഓൾറെഡി പൊന്തിച്ചത് കാരണം അത് താഴ്ത്തിയിട്ട് വേണം ഇനി ആഡ് ചെയ്യുമ്പോൾ. 5 ഉണ്ടെങ്കിൽ മുകളിൽ 5 ആണ്, അപ്പോൾ താഴെ 6 7 8 9. ഓക്കെ, അപ്പോൾ 5 + 4 9 ആയി. അപ്പോൾ നമുക്ക് ഒരു നീഡിൽ അല്ലെങ്കിൽ ആ നോഡ് വെച്ചിട്ട് നമുക്ക് 9 വരെ ആഡ് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റും. ആഡിങ് അല്ല, കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ 1 2 3 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ആ കറുത്ത ബീഡിൻ്റെ ഒപ്പമുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അബാക്കസ് യൂസ് ചെയ്തിട്ട് കൗണ്ടിങ് ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെറിയ അബാക്കസിൽ നോക്കാം.